ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. മഴ മാറിയിട്ടും ചാവക്കാട് തെക്കഞ്ചേരി നിവാസികളുടെ ദുരിതം മാറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴുകിപ്പോകാൻ കഴിയാതായതോടെ ചാവക്കാട് നഗരസഭ 16-ാം വാർഡ് തെക്കഞ്ചേരിയിൽ പകർച്ചവ്യാധി ഭീഷണി നേരിടുകയാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം മേഖലയിലാകെ അസഹനീയമായ ദുർഗന്ധമാണ്. മഴയിൽ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. 2 ദിവസങ്ങളായി മഴ മാറിയിട്ടും വെള്ളക്കെട്ടിന് ഇതുവരെ ശമനമായില്ല. മലിനജലം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. സമീപത്ത് മദ്രസയും അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. മലിനജലമായതിനാൽ പകർച്ചവ്യാധി ഭീതിയിലാണ് നാട്ടുകാർ. കനോലി കനാലിലെ തടസ്സം പൂർണ്ണമായി നീക്കം ചെയ്യാത്തതാണ് മലിനജലം കെട്ടിക്കിടക്കാൻ കാരണമെന്നും ഇതുമൂലം മേഖല പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നും ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി RK നൌഷാദ് പറഞ്ഞു. ചാവക്കാട് തെക്കഞ്ചേരിയിൽ ചാവക്കാട് ടൗൺ വാർഡാണ് 16-ാം വാർഡ്. ചേരി പ്രദേശമാണ്. എന്നിരുന്നാലും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരുപാട് ആളുകൾ താമസിച്ച് വരുന്നൊരു സ്ഥലമാണ് തെക്കഞ്ചേരി. ഇതുപോലെ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു രീതിയിലുള്ള കാലവർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കാലവർഷത്തിൽ ഈ ദുർഗന്ധം വമിക്കാനുള്ള കാരണം കനോലി കനാല് പൂർണ്ണമായി അടച്ചു. ആ അടച്ചതുകൊണ്ടാണ് ഇത്രയും മോശമായ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവാനുള്ള കാരണം. ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ഈ വെള്ളം ഈ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും അതുപോലെ പൊതുജനങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു നടപടി ഉണ്ടായിട്ടും ഒരു നടപടിയും ഇതിൻ്റെ മുനിസിപ്പൽ ജീവനക്കാരോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഉന്നതാധികാരപ്പെട്ട ആളുകളോ ഒന്നും ഇതിനൊരു വഴി ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ മറ്റു രീതിയിലുള്ള ഒരു അസുഖം വരുന്ന രീതിയിലേക്കുള്ള ഒരു രൂപമായിട്ടും മാറും. കൊറോണ നിലനിൽക്കുമ്പോൾ തന്നെ ഈ അസുഖം കൂടി വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? വെള്ളക്കെട്ടിൽ നിന്നിട്ട് കുട്ടികളൊക്കെ സോപ്പിട്ട് കുളിക്കേണ്ട ഒരു ഗതികളിലേക്കാണ് തെക്കഞ്ചേരിയിലെ കുട്ടികളും വലിയവരൊക്കെ സുഖമില്ലാത്തവരൊക്കെ പോകുന്നത്. അപ്പോൾ അതൊരു ശരിയായ ഒരു നടപടിയല്ല. ഇതിലൂടെ തന്നെയാണ് ഇതിൻ്റെ അധികൃതരൊക്കെ നടന്നു പോണതൊക്കെ. തൊട്ടടുത്ത് മദ്രസ ഉണ്ട്. ഈ മദ്രസയിലേക്ക് മദ്രസ അടച്ചിട്ടിരിക്കണം. ഇപ്പോൾ മദ്രസ ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ തുറക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വഴി നടക്കാർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ റോഡ് കാണുന്നത്. ഇതിനൊരു ഇതിൻ്റെ അധികാരികളൊക്കെ കണ്ണ് തുറക്കണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ആവശ്യം. നഗരസഭാ അധികൃതർ ഉൾപ്പെടെ നിരവധി പേർ ഇതിലൂടെ കടന്നുപോയിട്ടും പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ട് രൂക്ഷമായ മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. മുൻ കൌൺസിലർ AP ഷഹീർ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് റഫ്നാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.